കൊച്ചി ബിനാലെ ഫൗണ്ടേഷനിൽ നിന്ന് ബോസ് കൃഷ്ണമാചാരിയുടെ രാജി ലൈംഗികാരോപണത്തെ തുടർന്ന് ഒപ്പം ജോലി ചെയ്തിരുന്ന യുവതിയാണ് ബോസ് കൃഷ്ണമാചാരിക്കെതിരെ പരാതി നൽകിയത്. പരാതി ലഭിച്ചുവെന്ന് ബിനാലെ ട്രസ്റ്റ് ചെയർമാൻ വി വേണു സ്ഥിരീകരിച്ചു. വിപിൻ സി വിജയൻ വിവരങ്ങൾ ചേർന്നു. വിപിൻ, വളരെ സജീവമായി ബിനാലയിൽ നിന്ന്, അല്ലെങ്കിൽ ബിനാലയുടെ ഒരു മുഖം, സാംസ്കാരിക മുഖം എന്ന് പറയാവുന്നത് കൃഷ്ണമാചാരിയാണ്. എന്തുകൊണ്ട് പെട്ടെന്ന് രാജി എന്ന് എല്ലാവരും അമ്പരന്നതാണ്. അപ്പോൾ അതിന് കാരണമുണ്ട് വിപിൻ. അതെ അശ്മി, കൊച്ചി ബിനാലയുടെ പ്രസിഡന്റ് ആയിരുന്ന ബോസ് കൃഷ്ണമാചാരി ജനുവരി 14-നാണ് രാജിവെച്ചത്. അന്ന് പറഞ്ഞിരുന്നത് കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട്, ഒപ്പം തന്നെ വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് രാജി എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാത്രമല്ല എന്നുള്ളത് വ്യക്തമാവുകയാണ്. ലൈംഗികാരോപണത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ രാജി എന്നുള്ളത് വ്യക്തമാകുന്നു. അങ്ങനെ ഒരു പരാതി ലഭിച്ചതിനെ തുടർന്ന് ഈ ബിനാലയുടെ ഇന്റേണൽ കമ്മിറ്റി അത് ചർച്ച ചെയ്യുകയും നടപടിക്ക് ശുപാർശ ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ബിനാലയിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളത് അവിടുന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു രാജി എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്. ഇങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊച്ചി ബിനാലയുടെ നിലവിലെ ചെയർമാനായിട്ടുള്ള വി വേണു സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു ബിനാലയുടെ ഭാഗമായി തന്നെ പ്രവർത്തിച്ച ഒരു യുവതിയാണ് പരാതി നൽകിയിരിക്കുന്നത്. അപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചു വരുത്തുകയും ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും സ്പർശിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളത് ഈ പരാതിയിൽ പറയുന്നു. ഇതേ തുടർന്നാണ് ഇന്റേണൽ കമ്മിറ്റി ഈ കാര്യം പരിശോധിക്കുകയും അതിനുശേഷം മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. ഇപ്പോൾ ആഷ്മി പറഞ്ഞതുപോലെ തന്നെ 2012 മുതൽ ബിനാലയുടെ മുഖമായി നിന്നിരുന്ന, അല്ലെങ്കിൽ ബിനാലയുടെ തുടക്കം മുതൽ തന്നെ അതിന്റെ ഒരു ക്യൂറേറ്ററൊക്കെ ആയി നിന്നിരുന്ന ആളാണ് കൃഷ്ണമാചാരി. പെട്ടെന്നുള്ള മാറ്റം എന്തുകൊണ്ടാണ് എന്നുള്ളത് ചർച്ചയായിരുന്നു. ഇപ്പോഴത് ലൈംഗിക ആരോപണത്തെ തുടർന്ന് ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള പരാതി അവരുടെ ബിനാലയുടെ ഭാഗമായി നിന്ന ഒരു യുവതിയിൽ നിന്ന് തന്നെ വന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ മാറി നിൽക്കുന്നത്. അശ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.